ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് മോൻ്റെ ബർത്ത്ഡേ ആയ കാരണം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം സ്കൂളിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെ തയ്യാറാക്കുന്നത് പനീർ അഫ്ഗാനിയാണ്. അതിനായിട്ട് ഞാൻ പനീർ മാരിനേഷന് വേണ്ടി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പെപ്പർ പൗഡറും സോൾട്ടും കൊറിയൻഡർ ലീവ്സ് ചെറുതായി അരിഞ്ഞതും കൂടി മാരിനേറ്റ് ചെയ്ത് 5 മിനിറ്റ് നേരം വെച്ചു പനീർ. അതിനുശേഷം അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യിലിട്ടിട്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് സാധാരണ ചേർക്കില്ല, ഞാനൊരു ചേഞ്ചിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. പിന്നെ വീണ്ടും ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ കുറച്ച് മല്ലിച്ചെടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം കേട് ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ ആ ഒരു മിക്സ് അരച്ചതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പനീറും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കണം കേട്ടോ ഈ സമയത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തുറന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ പനീർ അഫ്ഗാനി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ നിന്ന് കുട്ടികൾക്ക് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന അപ്പം നമുക്ക് അപ്പുറത്തെ ഗ്യാസിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് ഇപ്പോൾ ഈ അപ്പം ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കാറുള്ളത്. എൻ്റെ അപ്പച്ചട്ടി കേടായി തുടങ്ങി. അപ്പോൾ മക്കൾക്ക് ആ ടിഫിൻ ബോക്സിലൊക്കെ റെഡിയാക്കി അവരെ ഞാൻ വിട്ടു. അതിന് ശേഷം മോൻ ഇങ്ങനെയാണ് കേട്ടോ, മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണ് ഇട്ടിട്ട് പോണത്. അപ്പോൾ ഇന്ന് ഒക്കെ റെഡിയാക്കി വന്നപ്പോൾ വൈകി വേഗം പോകണം അവർ. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. വീഡിയോ അല്ല, ഈ ഒരു റെസിപ്പി. അപ്പോൾ അതാ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നും കൂടി ഇന്ന് രാവിലെ ഇരുന്ന് പണിത് ശരിയാക്കി ഒന്ന് എൻ്റെ സമാധാനത്തിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. ചേച്ചിയും അവരൊക്കെ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ മോളും ഞാനും എല്ലാവരും കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്താണ്. ഇടയ്ക്ക് റീൽസൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് റെഡിയായിട്ട് ഇരുന്നു. അപ്പോൾ ഇനി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ വാങ്ങിച്ച കേക്ക് എന്ന് പറയുന്നത് ബദാം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് പറഞ്ഞത് ഇത് ഏതാ മറ്റേ ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ യാതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേക്കിന്. കേക്ക് എനിക്ക് തോന്നുന്നു ഇത് ബദാം കേക്കാണെന്നാണ്. അപ്പോൾ അങ്ങനെ മോൻ അത് കട്ട് ചെയ്തു. അവന് സർപ്രൈസായിട്ട് കൊടുത്ത കേക്ക് ഇതായിരുന്നു, എന്താ പറയുക, റോയൽ ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്ത് രാവിലെ എനിക്ക് വന്നപ്പോൾ ചോദിച്ചു എന്നോട്, അമ്മ ഇന്നലെ സർപ്രൈസ് എന്ത് അമ്മ കേക്കാന്ന് എന്താ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞതല്ലേ മോള് കേക്കായിരുന്നു എന്ന്, കേക്കാണോ എന്ന് ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ സർപ്രൈസ് പറഞ്ഞിട്ട് പിന്നെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ അതൊന്നും സ്കൂളിലേക്കൊക്കെ കൊടുത്തയച്ചു. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് കഴിച്ചു. പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും കഴിച്ചു. അച്ഛനും മക്കളും എല്ലാവരും, ഞാനും കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ, ഡയറ്റിംഗ് ആയാലും. അപ്പോൾ അത് കഴിച്ചു. ഞങ്ങൾ ആ കേക്ക് തീർത്തു. വൈകിട്ടായപ്പോഴേക്കും ഉണ്ടായില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എല്ലാവരും വായിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. എനിക്ക് കൊണ്ടുതരാൻ വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു ചെറി ഉണ്ടായിരുന്നു, അതെടുത്ത് അവൻ വേഗം തിന്നു, അമ്മ കഴിക്കുന്നു പറഞ്ഞ്. ഇപ്പോൾ ഞാൻ അധികം കേക്കിനോട് നമുക്ക് ഉള്ളിലിങ്ങനെ കൊതി തോന്നുന്നുണ്ടെങ്കിലും പിടിച്ച് നിർത്തി. പിന്നെ അത് അവന് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ചുമ്മാ പാക്ക് ചെയ്ത് കൊടുത്തതാണ്. ഓൾറെഡി അവൻ കണ്ടതാണ് കേട്ടോ. അവന് സ്റ്റഡ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവൻ കൊടുക്കുമ്പോൾ കാല് പിടിക്കാൻ നിർബന്ധം. അപ്പോൾ കാല് പിടിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് അവനറിയാം. എന്നാലും നമ്മൾ ഒരു ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഒരു വെറൈറ്റി അല്ല, സാധാരണ സർപ്രൈസ് കൊടുക്കുമല്ലോ ഒരു ഗിഫ്റ്റ്. അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് തുറക്കുമ്പോഴേ അവൻ പറയണ ഇതിൽ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ചേർന്നിട്ടുള്ള സ്റ്റഡ്സാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ തുറക്കുന്നത്. അപ്പോൾ കുറേ നാളായി പറയുന്നത് സ്റ്റഡ്സ് വേണം. അവൻ്റെ ഈ 2 സ്റ്റഡ്സ് ഉണ്ടായിരുന്നു. അത് 2ൻ്റെയും സ്റ്റഡൊക്കെ പോയി. അതിട്ടുണ്ട് ഓടും. അവൻ സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കളിക്കാൻ പോകുമ്പോഴൊക്കെ, ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇടാണ്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അതിനിടയ്ക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രി പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടോ. നന്ദിനിയില പോയത്. അടുത്ത് തന്നെയാണ്, നമ്മളുടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നമ്മൾ കഴിക്കേണ്ടതൊക്കെ കാണാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവർക്ക് കാർണിവലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് സ്കൂളൊരു മോള് വരുന്ന സമയത്ത് തന്നെ മോനും വന്നു. 1 o'clock ഒക്കെ ആയപ്പോഴേക്കും 12:30 വരെ ഉണ്ടായിരുന്നുള്ളൂ 2 പേർക്കും. മോൾക്ക് അത്ര തന്നെ ഉണ്ടാവാറുള്ളൂ, മോനും അത്രേ ഉണ്ടാവുള്ളൂ. കാർണിവൽ കാരണം കൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ സ്കൂളിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കുറച്ച് നേരം വെച്ചുള്ളൂ. അപ്പോൾ നേരത്തെ വന്നു 2 പേരും.
പിന്നെ പിറ്റേ ദിവസം കാർണിവലിന് പോകേണ്ട തിരക്കൊക്കെ ആയിരുന്നു. മോൻ കാർണിവലിനൊരു സ്റ്റോളൊക്കെ ഇടുന്നുണ്ട് പാനിപ്പൂരിയുടെ. അപ്പോൾ അതിന് പാനിപ്പൂരിയുടെ പൂരിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ടാണ് അവനെ ഫസ്റ്റ് കൊണ്ടുവിട്ട് തിരിച്ചു വന്ന് പിന്നെ ഞങ്ങളൊക്കെ പോയി, എല്ലാവരും കൂടി പോയി. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ കഴിക്കുന്നതാണ് കേട്ടോ, നമ്മൾ സൂപ്പൊക്കെ കുടിക്കുന്നതാണ് ഇത് കാണുന്നത്. സൂപ്പ് നമ്മൾ ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തിട്ടായിരുന്നു സ്വീറ്റ് കോൺ സൂപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി, പിന്നെ അതിന് കൂടാണ്ട് കുറേ സ്റ്റാർട്ടേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മറന്നു പോവുക കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. ഡയറ്റിങ്ങിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നമുക്കൊരു ചീറ്റ് മീൽ ഡേ വേണമല്ലോ, അതെടുത്താണ് കേട്ടോ ഞാൻ. വല്ലാത്ത ചീറ്റ് മീലായിപ്പോയി, നന്നായി കഴിച്ചു വന്നു. പിന്നെ പിറ്റേ ദിവസം ഡയറ്റിങ് ഭയങ്കരമായിട്ടൊക്കെ നോക്കി. പിറ്റേ ദിവസം കാർണിവലിനെ പോകണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ജങ്ക് ഫുഡൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ, കുട്ടികൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ. അവർ പാനിപ്പൂരി തന്നെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. പിന്നെ ഒരു സമാധാനത്തിൽ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അതാ നമ്മളുടെ ബലൂണൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഞാനും മോനും കൂടി കുത്തി പൊട്ടിച്ചു. ആ ഫുൾ ഉള്ളിലിങ്ങനെ കുറേ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ഉള്ള പോലത്തെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു, അതും പൊട്ടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മോളെ താഴെ നിർത്തി അത് കുത്തി പൊട്ടിക്കായിരുന്നു ഞങ്ങൾ. അങ്ങനെ മൊത്തം കൊളാക്കി ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എന്താ ഞങ്ങൾ പോണതാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു 1 o'clock ഒക്കെ ആവാറായി. അവർക്ക് 2 o'clock 3 o'clock വരെ ഉണ്ടായിരുന്നുള്ളൂ കാർണിവൽ. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ കുറേ പേര് പോകുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്, പാരൻസുകളും ഒക്കെ ആയിട്ട്. കുറേ പേര് സ്റ്റോളിലൊക്കെ സാധനങ്ങൾ വിറ്റ് തീർത്ത് ഒക്കെ പോയി. കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ നടന്നു. പിന്നെ കഴിക്കാൻ കൂപ്പൺസ് ഉണ്ട്. കൂപ്പൺ കുട്ടികളുടെ കയ്യിൽ 250 rupees നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ടായി 2 പേര്. എന്നിട്ട് ആ 250 rupees കൂപ്പൺസ് കൊടുക്കുക അവർക്ക്. അതായത് ഒരു 5 rupees തുടങ്ങി 50 rupees വരെ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ വാങ്ങി. പിന്നെ മോൻ്റെ കയ്യിൽ കൊടുത്തു. അവർ വിൽക്കാനൊക്കെ ആയിട്ട് നിൽക്കല്ലേ, അപ്പോൾ വിശക്കില്ല. അപ്പോൾ അവർ നടന്ന് വേറെ സ്റ്റോളുകളിൽ നിന്ന് ഓരോന്ന് വാങ്ങി കഴിക്കും. അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ മോൻ്റെ സ്റ്റോള് പിന്നെ ഹസ്ബൻഡ് നേരത്തെ കൊണ്ടാക്കി, കാരണം അവൻ്റെ സ്റ്റോൾ എവിടെയാണെന്ന് അറിയായിരുന്നു. അപ്പോഴേക്കും അവൻ ചാടി ഓടി വന്നു ഞങ്ങളുടെ അടുത്ത്. പിന്നെ അവൻ്റെ അവിടെ പോയി അവനിങ്ങനെ ആൾക്കാരെ ഇവിടെ നിന്ന് വിളിച്ച് കയറ്റി അവൻ്റെ സ്റ്റോളിലേക്ക് കൊണ്ടുപോകാനാണ് അവൻ്റെ പണി. അല്ലാണ്ട് പാനിപ്പൂരി ഉണ്ടാക്കലൊക്കെ വേറെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നീ സുഖമായിട്ട് നടക്കാനല്ലേ അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അവർ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൻ പിന്നെ പുറത്ത് ഇവിടെ നടന്ന്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ സ്റ്റോൾ വന്നത് നമ്പർ 5 ആണ്. അപ്പോൾ അത് ഉള്ളിലേക്കാണ്, ഇത്തിരി നടന്നു പോണ വഴിയിൽ കാണില്ല. ഞാൻ തന്നെ അറിഞ്ഞില്ല അതാണ് ഉള്ളിലേക്ക് അവിടെ ഒരു സ്റ്റോൾ ഉണ്ടെന്നുള്ളത്. ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ അവൻ്റെ സ്റ്റോളിൽ നിന്ന് പാനിപ്പൂരിയും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു മഫിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ജാമുൻ പറഞ്ഞു. മറ്റേ സാധനം ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് നാച്ചോസ്. യെസ്, നാച്ചോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാച്ചോസും ഞങ്ങൾ അതുപോലെ തന്നെ മഫിൻസും ജ്യൂസും പിന്നെന്താ ഈ ഒരു പാനിപ്പൂരി വാങ്ങി കേട്ടോ. പിന്നെ ജാമുൻ കൂടി വാങ്ങിക്കാൻ പറ്റില്ല, അത് കഴിക്കാൻ ആർക്കും താല്പര്യമില്ല ഞങ്ങൾക്ക്. ഞാൻ പിന്നെ കഴിക്കണേ ഇല്ല. പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്കൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. മോള് മഫിൻസ് വാങ്ങിയിട്ട് ചോറുണ്ടണ പോലെ അത് കൈ പിടിച്ചിട്ട് കഴിക്കുകയായിരുന്നു. പാനിപ്പൂരി ഞാനും ഹസ്ബൻഡും കഴിച്ചു. ഇതാ ഈ കുട്ടിയാണ് കേട്ടോ പാനിപ്പൂരി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സുകളാണത്, വേദാന്ത്, അതുപോലെ തന്നെ ആര്യൻ, പിന്നെ ഈ കുട്ടിയുടെ പേര് എന്തായിരുന്നു, ശ്രീറാം. ആര്യൻ നടുക്ക്, വേദാന്ത് അപ്പുറത്ത്, റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ശ്രീറാം. അങ്ങനെ 4 ഫ്രണ്ട്സാണ് ഇവർ. ഭയങ്കര ഗ്രൂപ്പും ചാറ്റിങ്ങും ഒക്കെയാണ് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ചാറ്റിങ്ങും ഇടയ്ക്ക് തല്ല് പിടിക്കും, ഇടയ്ക്ക് അടയും ചക്കരയാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾ കൂപ്പൺ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്, ഒരാൾ പാനിപ്പൂരി ഉണ്ടാക്കുക, ഒരാൾ ജ്യൂസ് ഉണ്ടാക്കുക, അതിൻ്റെ ഇടയ്ക്ക് കൂടെ മഫിൻസും ജാമുനൊക്കെ എന്തിട്ടാണ് ഈ ഒരു ആളാണ് കേട്ടോ അറ്റത്ത് നിൽക്കണേ, ജ്യൂസ് ഉണ്ടാക്കുന്ന ആളാണ് കൊടുക്കണേ. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ പാനിപ്പൂരിക്ക് 20 rupees, പിന്നെ ജ്യൂസിന് എത്രയായിരുന്നു, 15 മഫിൻസിന് 15, നാച്ചോസിന് 20, ജാമുന് ഞാൻ അത് ഫസ്റ്റ് 50 ആണ്. എന്തായാലും ആരും വാങ്ങിക്കുന്നില്ല, അത് ഞാൻ 10 ആക്കി. ഞാൻ 15 ആയിരുന്നു, പിന്നെ 10 ആക്കി. എൻ്റെ ജാമുൻ്റെ ഇതിൻ്റെയൊക്കെ സ്റ്റോറുകൾ കുറേ ഉണ്ട്. പിന്നെ അതേ സാരി വിൽക്കണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ഇറാൻസാ, പിന്നെ ഞാൻ പോയില്ല സാരി നോക്കാനായിട്ടോ. പൊട്ട ക്വാളിറ്റി അതൊന്നും നോക്കണ്ട. നമ്മൾ 50 rupees വരെ ഉള്ളൂ കൂപ്പൺ, അതിൻ്റെ ഉള്ളിൽ വാങ്ങിക്കാനുള്ളതാണ് അതൊക്കെ.
അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മൾ അതൊന്നും വാങ്ങിക്കാൻ പോയില്ല, എന്തെങ്കിലും കഴിക്കാൻ. ഉച്ചയായി ഞങ്ങൾ എത്തിപ്പോൾ 1 മണിയായില്ല ഞങ്ങൾ എത്തിപ്പോൾ. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ പോവും, ഹസ്ബൻഡ് വേഗം പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാൻ ഞങ്ങൾ ഫ്രൂട്ട് സാലഡ് വാങ്ങിക്കാൻ വന്നേക്കും. അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ ഏതോ കുട്ടികളുടെ അമ്മമാരാണ് അത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. കുട്ടികളെ കൊണ്ട് പറ്റില്ല. പാനിപ്പൂരിയുടെ വേറെ സ്റ്റോളുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഇവിടെ പൊരിഞ്ഞ അങ്ങനെ അരിയലും കൊടുക്കലും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ 2-3 പേര് അരിയാൻ നിൽക്കും, പിന്നെ ഒരാൾ ആ ടൂത്ത് പിക്ക് അതുമ്പോൾ കുത്താൻ നിൽക്കും, പിന്നെ ഒരാൾ ടിഷ്യൂ തരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൂപ്പൺ വാങ്ങിക്കാനും ഇതിനൊക്കെ ആയിട്ട്. ഞങ്ങളത് വാങ്ങിച്ചു. അത് കഴിച്ചപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ്, ഒട്ടുക്കത്തെ ചൂടും പിന്നെ പൊടിയും. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ ഷീറ്റ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഫുൾ മണ്ണ് പൊടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൊടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഓരോരുത്തർ വന്നിങ്ങനെ മറ്റേ വലിയ ഇതുണ്ടല്ലോ ക്യാനിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒഴിക്കാണ്. പൊടി തൂളിയിട്ട് ആൾക്കാർ നടക്കുമ്പോഴൊക്കെ പൊടി ഇങ്ങടാവില്ലേ. അതൊക്കെ നോക്കുമ്പോൾ ആരവേൻ്റെ സ്റ്റാൾ കുഴപ്പമില്ല കേട്ടോ, കാരണം അത് ഒത്തിരി ഉള്ളിലേക്കാണ്. പക്ഷേ ഈ ഇവിടെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ സൈഡിലുള്ള സ്റ്റാളിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊടികൾ കയറി. പിന്നെ ആൾക്കാരിങ്ങനെ മൂടി നിൽക്കണ കാരണം കൊണ്ട് കയറില്ല അധികം. അങ്ങനെ നമ്മളിവിടെ നിന്ന് പിന്നെ എന്താ വാങ്ങിയത്, ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ ആദികയുടെ മാമിൻ്റെ വക ഈ മോമോസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായി. അവിടെ പോയി മോമോസ് വാങ്ങിയിട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ലാസ്റ്റ് പ്ലേറ്റ് ആയിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവൾക്ക് ഇത് വേണം, ഷുഗർ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും കൂപ്പൺ ഉണ്ട്, എന്തെങ്കിലും വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അത് കഴിച്ചു. അതേ ഇവൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് മതിയായി. ഞാൻ പറഞ്ഞത് ആര് കഴിക്കണം, ഹസ്ബൻഡ് കഴിക്കില്ല, എനിക്ക് വേണ്ട. പിന്നെ മോനും അവിടെ സ്റ്റോളിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവളോട് തന്നെ തിന്നാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റുള്ളതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഉണ്ട പോലെ ആക്കിയത് കൈ കൊടുത്തു കേട്ടോ. അതൊന്നുമില്ല, അതൊക്കെ കൂടി പ്രസ് ചെയ്ത് ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് എനിക്കിഷ്ടമില്ലാത്ത സംഭവം അത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. എന്നിട്ട് പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ഹസ്ബൻഡ് പോയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ക്യാബ് വിളിച്ചാൽ പോയത് തിരിച്ച്. നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ ബുക്കാവും ക്യാൻസലാവും. ഞങ്ങൾ എന്നിട്ട് പോയി ഇവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നു. ഒറ്റ ഓട്ടം ബുക്കാവണില്ല. ലാസ്റ്റ് പിന്നെ ക്യാബ് വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ അതെ ഇതൊക്കെ കഴിഞ്ഞ് മോൻ പിന്നെ അതിൻ്റെ കുറച്ച് പൂരി ഉണ്ടല്ലോ അത് ബാക്കിയുണ്ടായിരുന്നു, അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി. എല്ലാവരും ഇവിടെ കഴിക്കാനൊക്കെ ആയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്നപ്പോൾ മോള് സ്റ്റൈലാക്കുക. അവളുടെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാൻ നോക്കണം. ഫ്രണ്ട് അഞ്ച് മൈൻഡേ ചെയ്യണം. കുറച്ച് നേരം നോക്കി. പിന്നെ അവൾ അടുത്തൊക്കെ ചെന്ന് നിന്നപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചെന്ന് വർത്താനം പറഞ്ഞു. ഫ്രണ്ട് അവിടെ വലിയ സ്റ്റൈലാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ ഇവിടെ തന്നെ വന്നിരുന്ന് കണ്ണടയൊക്കെ വെച്ച് സ്റ്റൈലാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ ക്യാബിൽ പോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ബർത്ത്ഡേയും മക്കളുടെ കാർണിവലിൻ്റെയും ഒക്കെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ടേക്ക് കെയർ.